ഹായ് ഫ്രണ്ട്സ്, പത്രമാറ്റ് സീരിയലിൽ ഉടനെ വരാൻ പോകുന്ന ഒരു അടിപൊളി എപ്പിസോഡിന്റെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. അങ്ങനെ നമ്മുടെ ജലജയുടെ മനസ്സിലുള്ള കാര്യങ്ങൾ ഓരോന്നോരോന്നായിട്ട് ഓരോ സന്ദർഭങ്ങളിലായി പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ജലജയും നാഗേന്ദ്രൻ തമ്മിൽ ശരിക്കുള്ള പ്രശ്നം എന്താണെന്നും അവരെന്തിനാണ് വേർപിരിഞ്ഞതെന്നും മുത്തശ്ശൻ അച്ഛനെ എന്തിനാണ് തറവാട്ടിൽ നടിച്ചിറക്കിയെന്നുള്ള കാര്യങ്ങൾ, അതിന്റെ പിന്നിൽ എന്താണ് സംഭവിച്ചതെന്ന് ഇതുവരെ ജലജയോ നാഗേന്ദ്രയോ അഭിയോടും അവന്തിയോടും വെളിപ്പെടുത്തിയിട്ടുമില്ല. മുത്തശ്ശൻ തന്നെ നാഗേന്ദ്രയെ പുറത്താക്കിയതാണെങ്കിലും ജലജയും നാഗേന്ദ്രൻ തമ്മിൽ പിന്നെ കാണുകയോ സംസാരിക്കുകയോ മക്കളുടെ കാര്യങ്ങൾ അന്വേഷിക്കുകയോ ഒന്നും ചെയ്തിട്ടുണ്ടായിരുന്നില്ല. ജലജയ്ക്ക് ഇപ്പോഴും നാഗേന്ദ്രൻ ഒരു കോടീശ്വരനാണെന്ന് അറിഞ്ഞിട്ട് പോലും നാഗേന്ദ്രനെ ഒട്ടും അക്സെപ്റ്റ് ചെയ്യാനും കഴിയുന്നില്ല. ജലജയും അവന്തിയും കൂടി നാഗേന്ദ്രയെ കുറിച്ചുള്ള കാര്യങ്ങൾ സംസാരിക്കുന്ന സമയത്ത് ജലജ അറിയാതെയാണെങ്കിലും അവന്തിയോട് പറയുന്നുണ്ട്, നാഗേന്ദ്രനല്ല നിന്റെ അച്ഛനെന്ന്, നിന്നെ ജനിപ്പിച്ചത് മറ്റൊരാളാണെന്നും അച്ഛൻ എന്ന അയാളെ നീ വിളിക്കേണ്ട ആവശ്യമില്ലെന്നൊക്കെ പറയുകയാണ് കേട്ടോ. അതറിയുമ്പോൾ അവന്തിക്ക് ആകെ ഷോക്കാവുന്നുണ്ടെങ്കിലും പിന്നീട് അതിനകത്ത് എന്തോ ഒരു രഹസ്യം ഒളിഞ്ഞു കിടപ്പുണ്ടെന്നും അത് കണ്ടുപിടിച്ച് പുറത്തു കൊണ്ടുവരണം എന്നൊക്കെ അഭിയും അവന്തികയും തീരുമാനിക്കുകയും ചെയ്യുന്നുണ്ട്. അതിനിടയിൽ എയും ജുവലറിയും ഘട്ടം ഘട്ടമായി തകർച്ച നേരിട്ടോണ്ടിരിക്കുകയാണല്ലോ. അപ്പൊ അതിൻ്റെ ഒരു വിഷമം അവർക്കുണ്ട് കേട്ടോ. ഇനി ആകെ നമുക്ക് പ്രതീക്ഷയുള്ളത് അനിയുടെ അവന്തികയുടെയും വിവാഹത്തിലാണെന്നും ആ വിവാഹം നമ്മൾ എത്രയും പെട്ടെന്ന് നടത്തിയെടുക്കുകയും വേണമെന്നൊക്കെ നാഗേന്ദ്രൻ അഭിയോട് ഉപദേശിക്കുകയും ചെയ്യുന്നുണ്ട്. എന്നാൽ ജലജയാട്ടെ നാഗേന്ദ്രനാണ് എയും ജ്വല്ലറിയുടെ MD എന്ന് അറിഞ്ഞതിന് ശേഷം ആ ജ്വല്ലറിയിൽ ഇനി നിങ്ങൾ ജോലി ചെയ്യേണ്ട ആവശ്യമില്ലെന്നും പറഞ്ഞ് അഭിയും അതുപോലെ നവ്യനെയൊക്കെ വിലക്കാനും നോക്കുന്നുണ്ട്. എന്നാൽ അഭിയാട്ടെ ജലജ പറഞ്ഞ കാര്യങ്ങളെല്ലാം തന്നെ നാഗേന്ദ്രയെ അറിയിക്കുകയും തൽക്കാലം അവന്തികയുടെയും മനിയുടെയും വിവാഹം കഴിയുന്നത് വരെ നീയും ഞാനും തമ്മിൽ ഒരു കൂടിക്കാഴ്ച നടത്താത്തതാണ് നല്ലതെന്നും അതുവരെ നീ ഓഫീസിലേക്കും വരണ്ടെന്നും കൂടി പറയുന്നുണ്ട് നാഗേന്ദ്രൻ. നാഗേന്ദ്രനുമായിട്ട് ഒരു തരത്തിലുള്ള അടുപ്പവും ഉണ്ടാകാൻ പാടില്ലെന്ന് അഭയോടും അവന്തികയോടും അതുപോലെ തന്നെ നവ്യോടും ഒക്കെ ജലജ പ്രത്യേകം എടുത്തെടുത്ത് പറയുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അവർക്ക് ഭയങ്കര സംശയമാണ് ജലജയെ. അമ്മയാണ് തന്നെ ചതിച്ചതെന്നും അമ്മ കാരണമാണ് അച്ഛൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയതെന്നൊക്കെയുള്ള രീതിയിൽ നാഗേന്ദ്രൻ അഭിയോടും അവന്തികയോടും കുറേ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ശരിക്കുള്ള കാരണം ഇതുവരെ വ്യക്തമാക്കിയിട്ടുമില്ല. അതുകൊണ്ട് തന്നെ മക്കൾ രണ്ടുപേരും അച്ഛൻ്റെ കൂടെയാണെന്നുള്ള കാര്യം ജലജ അറിയുന്നുമില്ല. അച്ഛൻ്റെ നിർദ്ദേശപ്രകാരമാണ് അവന്തിക അനിയെ വിവാഹം കഴിക്കാൻ പോകുന്നെന്നുള്ളത് പോലും നമ്മുടെ ജലജയ്ക്ക് അറിയില്ല കേട്ടോ. ശരിക്കും പറഞ്ഞ അഭിയും അവന്തികയും നാഗേന്ദ്രൻ തമ്മിലുള്ള ഈ ഒരു പദ്ധതികളൊന്നും തന്നെ മനസ്സിലാക്കാതെയാണ് ജലജ അനന്തപുരിയിൽ ഇരിക്കുന്നതും. എന്നാൽ ഇതിനിടയിൽ അനിയും നന്ദുവും തമ്മിൽ കൂടിക്കാഴ്ച നടത്തുന്നതും അവർ ബീച്ചിൽ ഒന്നിച്ച് തോളുരുമ്പി ഇരുന്ന് സംസാരിക്കുന്നതെല്ലാം നവീൻ കാണാൻ ഇടയാവുകയാണല്ലോ. ആ കാഴ്ച കാണുമ്പം നവീനാണെങ്കിലും ഒട്ടും അക്സെപ്റ്റ് ചെയ്യാൻ പറ്റുന്നില്ലായിരുന്നു. എന്നാൽ നന്ദുവിന് തിരിച്ച് അനിയോട് ഇതേ ഒരു സ്നേഹം ഉണ്ടെന്നുള്ള കാര്യം നവീൻ അറിയാൻ പാടില്ലായിരുന്നു. അനാമികയും അനാമികയുടെ അച്ഛൻ വേണു ഒക്കെ പറഞ്ഞപ്പോൾ പോലും നവീൻ അത് വിശ്വസിക്കാതിരിക്കുകയായിരുന്നു. എന്നാൽ ഇപ്പോൾ നേരിട്ട് കണ്ടപ്പോൾ അത് അങ്ങോട്ടേക്ക് ഒട്ടും അംഗീകരിക്കാനും കഴിയുന്നില്ല. ഇത്രയും നാളും എൻ്റെ മനസ്സിൽ വലിയൊരു സ്ഥാനമായിരുന്നു ഞാൻ നന്ദുവിന് കൊടുത്തിട്ടുണ്ടായിരുന്നത്. അതെല്ലാം ഒറ്റ നിമിഷം കൊണ്ടാണ് ചില്ലുകൊട്ടാരം പോലെ തകർന്നു പോയത്. തനിക്ക് നന്ദുവിനെ നഷ്ടമായെന്നറിയുമ്പോഴേക്കും നവീന് തൊട്ടും സഹിക്കാൻ കഴിയുന്നില്ല. അതോടൊപ്പം അനിയോടും അതുപോലെ തന്നെ നന്ദുവിനോടും ഭയങ്കര ദേഷ്യമാവുകയാണ് കേട്ടോ. ഇനിയിപ്പോൾ ഞാനും നന്ദുവും ഒന്നിച്ചില്ലെങ്കിലും അനിയും നന്ദുവും ഒരിക്കലും ഒന്നിക്കാൻ പാടില്ല എന്നൊക്കെ നവീൻ മനസ്സിൽ വിചാരിക്കുകയാണ്. എന്നാൽ അനി തന്നെ നവീനോട് അവന്തികയുമായുള്ള വിവാഹ നിശ്ചയം മുടക്കാനായിട്ട് ഈ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യം അവരെ അറിയിക്കണമെന്നും അവർ തറവാട്ടിൽ വന്ന് പ്രശ്നം ഉണ്ടാക്കണമെന്നൊക്കെ പറഞ്ഞായിരുന്നല്ലോ. അങ്ങനെ പോലും സംഭവിക്കാൻ പാടില്ലെന്ന് ഓർത്തിട്ടാണ് നവീൻ അനാമികയോടും വേണുവിനോടും ഒരു ഒത്തൊരുമയിൽ പോകാൻ പറഞ്ഞത്. ഈ വിവാഹ നിശ്ചയം നടക്കുന്നതോടുകൂടി അത് നിങ്ങൾക്ക് അനുകൂലമായിരിക്കും. അതുവഴി മൂർത്തി സാറ് നിങ്ങൾക്ക് എത്രയും പെട്ടെന്ന് നഷ്ടപരിഹാരം തന്ന് ഈ കേസ് ഒത്തുതീർപ്പാക്കാൻ നോക്കും. നിങ്ങൾക്ക് ആവശ്യം കാശല്ലേ, ആ കാശ് കയ്യിൽ കിട്ടുമല്ലോ. പിന്നെ എന്തിനാണ് നിങ്ങൾ ഈ കേസുമായിട്ട് മുന്നോട്ട് പോകുന്നത്? അനിയും അവന്തികയും തമ്മിൽ ഒന്നിക്കുന്നെങ്കിൽ ഒന്നിക്കട്ടെ, നിങ്ങൾക്ക് നിങ്ങളുടെ കാര്യവും നടക്കും എന്നൊക്കെയാണ് നമ്മുടെ നവീൻ അനാമികയോടും വേണുവിനോടും ഒക്കെ പറഞ്ഞിരുന്നത്. എന്നാൽ കാര്യങ്ങളൊക്കെ നവീൻ പ്രതീക്ഷിച്ചതുപോലെ നടന്നുമില്ല. അനാമികയും വേണുവും ഇപ്പോഴും നവീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ അക്സെപ്റ്റ് ചെയ്ത് നഷ്ടപരിഹാരം കിട്ടും എന്നുള്ളൊരു ആശ്വാസത്തിൽ തന്നെ ഇരിക്കുകയായിരുന്നു. എന്നാൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല. അവന്തികയെക്കുറിച്ചുള്ള രഹസ്യങ്ങളൊക്കെ അഭി നവിയോട് പറയുന്നതോടു കൂടി അവന്തികയുടെ ശരിക്കുള്ള സ്വഭാവം നവിക്ക് മനസ്സിലാവുന്നുണ്ട്. അവൾ ഇവിടെയുള്ളവരെ ചിരിച്ചുകൊണ്ട് കഴുത്തിറക്കാനാണ് നോക്കുന്നതെന്നും അവൾ ഈ കാണിക്കുന്ന സ്നേഹപ്രകടനങ്ങളെല്ലാം വെറും അഭിനയം മാത്രമാണെന്നും അഭി നവിയോട് പറയുന്നതോട് തന്നെ നവിക്ക് അത് ഭയങ്കര ദേഷ്യമാവുകയാണ്. അനിയെ പോയ നല്ലൊരു പയ്യന് ഒരിക്കലും അവന്തിക വിവാഹം കഴിക്കാൻ പാടില്ലെന്നും എൻ്റെ അനിയത്തി ഒരുപാട് ആഗ്രഹിച്ച ഒരു ജീവിതമാണ് അനിയോടൊപ്പം ഉള്ളത്. അതുകൊണ്ട് തന്നെ അനിയും നന്ദുവും തമ്മിൽ വേണം ഒന്നിക്കാൻ. അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയമാണ് നടത്തേണ്ടത്. അതിന് അവന്തിക ഒരു തടസ്സമാകരുത്. എൻ്റെ അനിയത്തി ആഗ്രഹിച്ചതുപോലെ ഒരു ജീവിതം അവൾക്കുണ്ടാകണമെന്നൊക്കെ ഓർത്തുകൊണ്ട് തന്നെ നവ്യ ഒരു അജ്ഞാത സന്ദേശം അനാമികയുടെ ഫോണിലേക്ക് അയക്കുന്നുണ്ട്.
ഈ ഒരു വിവാഹ നിശ്ചയം നടന്നാൽ അത് നിങ്ങൾക്ക് പ്രതികൂലമായി ബാധിക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞിട്ടാണ് കേട്ടോ അയക്കുന്നത്. എന്തായാലും ആ ഒരു അജ്ഞാത സന്ദേശം ലഭിക്കുന്ന അനാമികയും വേണുവും അതുപോലെ തന്നെ രേവതിയൊക്കെ കൂടി ഇരുന്ന് ഡിസ്കസ് ചെയ്യുന്നുണ്ട്. നവീൻ ആളൊരു കില്ലാടിയാണ്, പോരാത്തതിന് അനിയുടെയും നന്ദുവിൻ്റെയൊക്കെ ഒരു നല്ല സുഹൃത്തും കൂടിയാണ്. അത് മാത്രമല്ല അനന്തപുരിയിലെ കാരണവരും അയാളുടെ മുത്തശ്ശനും തമ്മിൽ നല്ല അടുത്ത സുഹൃത്ത് ബന്ധം ഉണ്ടല്ലോ. അതുകൊണ്ട് തന്നെ അയാൾ പറയുന്ന കാര്യങ്ങളും നമ്മൾക്ക് അത്രയ്ക്ക് വിശ്വാസയോഗ്യമല്ല. ഇനിയിപ്പോൾ അയാൾ നമ്മളെ ഒന്ന് മയപ്പെടുത്തി ഇരുത്തിയിട്ട് അവർക്ക് വേണ്ട സഹായങ്ങളാണോ ചെയ്യുന്നുള്ളത് അറിയില്ലല്ലോ. നമ്മുടെ ഭാഗത്തുനിന്ന് ഒരു പ്രശ്നം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയിട്ടാണെങ്കിലോ അയാൾ നമ്മളെ സഹായിക്കുന്ന പോലെ ഇങ്ങനെ അഭിനയിക്കുന്നത്. എന്തായാലും കോടതിയിൽ വെച്ച് നടന്ന സംഭവങ്ങളൊന്നും അത്ര പെട്ടെന്ന് നമുക്ക് മറക്കാൻ കഴിയില്ലല്ലോ അച്ഛാ. ആ കുടുംബത്തിലുള്ളവർക്ക് വേണ്ടിയിട്ടല്ലേ അച്ഛാ കോടതിയിൽ അന്ന് അയാൾ നമ്മളെയെല്ലാം അത്രയും നാണം കെടുത്തിയത്. എന്തൊക്കെ കാര്യങ്ങൾ പറഞ്ഞാ അയാൾ നമ്മളെ അടച്ചാക്ഷേപിച്ചത്. എന്നിട്ടും അയാൾ ഇപ്പം നമ്മളോട് ഇച്ചിരി മയത്തി നിൽക്കുന്നുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിലും എന്തോ ഒരു കാരണമുണ്ട് അച്ഛാ. ഒരുപക്ഷെ അച്ഛൻ പറഞ്ഞ പോലെ നന്ദുവിന് അയാൾക്ക് ഇഷ്ടമായതുകൊണ്ടായിരിക്കാം. ചിലപ്പോൾ അല്ലെങ്കിലോ അനിയും നന്ദുവുമായിട്ട് അയാൾക്കുള്ള അടുപ്പം അച്ഛനും അറിയാമല്ലോ. അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടത്താൻ ഇയാൾക്ക് ഇത്ര ഉത്സാഹം എന്താണെന്നും അതിൻ്റെ പിന്നിലെ കാരണം എന്താണെന്നും നമുക്കറിയില്ല. അതുകൊണ്ട് നമ്മൾ ഒന്നുകൂടെ സൂക്ഷിക്കുന്നത് നല്ലതാച്ചാ. ആരുടെയും അഭിപ്രായം തേടാനോ അവരുടെ നിർദ്ദേശങ്ങൾ അനുസരിക്കാനോ നമ്മൾ നിൽക്കേണ്ട കാര്യമില്ല. നമുക്ക് ശരിയെന്ന് തോന്നുന്ന മാത്രം നമ്മൾ ചെയ്താൽ മതി. എന്തായാലും നാളെ തന്നെ ഇതിൻ്റെ കാര്യത്തിൽ ഒരു വ്യക്തത വരുത്തണം അച്ഛാ. അനിയും അവധിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കുകയാണെന്ന് അറിഞ്ഞിട്ടും നമ്മളൊരു കേസിനോ വഴക്കിനോ അല്ലെങ്കിൽ ഒരു പ്രതിഷേധം അറിയിക്കുകയോ ചെയ്യാതിരിക്കുമ്പോൾ ആ വിവാഹ നിശ്ചയവും വിവാഹവും ചിലപ്പോൾ നടന്നിരിക്കും. എന്നിട്ട് നഷ്ടപരിഹാരം തരാനാന്ന് പറഞ്ഞ് നമ്മളെ ഇട്ട് വലിപ്പിച്ചാലോ അവസാനം നമ്മൾ മൂഞ്ചി അവസ്ഥയിലാകും അച്ഛാ. അതുകൊണ്ട് നമ്മളിവിടെ ജാഗരൂകരായിരിക്കണമെന്നൊക്കെ അനാമിക പറയുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും അനാമികയും വേണുവും രേവതിയൊക്കെ കൂടി അവരുടേതായ രീതിക്ക് തന്നെ മുന്നോട്ട് പോകാൻ തീരുമാനിക്കുന്നുണ്ട്. അങ്ങനെ പിറ്റേ ദിവസം തന്നെ വേണുവും അനാമികയും കൂടെ നവീനെ കാണുന്നുണ്ട് കേട്ടോ. ആ സമയത്ത് നവീൻ ഭയങ്കര ഗൗരവത്തിലും ആയിരിക്കും. ഇവരോട് അത്ര ഇതായിട്ട് സംസാരിക്കാനുള്ളൊരു മാനസികാവസ്ഥയിലല്ല നവീൻ. കാരണം അനിയും നന്ദുവും കൂടി തോളുരുമിരുന്ന് സംസാരിക്കുന്നതും അവരിങ്ങനെ ചേർന്നിരിക്കുന്നതും ഒക്കെ നമ്മുടെ നവീൻ കണ്ടല്ലോ. അപ്പം നന്ദുവിനോടും അനിയോടുമുള്ള ആ ഒരു ദേഷ്യമൊക്കെ സംസാരത്തിൽ ഇവരോടും കാണിക്കുകയാണ് നവീൻ. ഇനി എന്തൊക്കെ സംഭവിച്ചാലും നന്ദുവിനെ വിട്ടുകൊടുക്കാൻ തയ്യാറല്ലെന്നും അവളെ തന്നെ ഞാൻ എൻ്റെ ഭാര്യയാക്കും എന്നൊക്കെ നവീൻ മനസ്സിൽ ഉറപ്പിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനാമികയോടും വേണുവിനോടും അയാൾ പറയുന്നുണ്ട്, നിങ്ങൾ ഒരു കാരണവശാലും വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് ഞാനാ വാക്ക് തരുന്നത്. അന്ന് കോടതിയിൽ നടന്ന സംഭവങ്ങൾ ഓർത്ത് നിങ്ങൾ എന്നെ അണ്ടർ എസ്റ്റിമേറ്റ് ചെയ്യേണ്ട കാര്യമൊന്നുമില്ല. ഞാൻ പറഞ്ഞല്ലോ, ഈ വിവാഹ നിശ്ചയം ഉറപ്പായും നടക്കണം. എനിക്ക് നന്ദുവിന് ഇഷ്ടമാണെങ്കിലും അതൊരിക്കലും നടക്കാൻ പോണില്ലല്ലോ. മൂർത്തി സാറും അതുപോലെ ആ വീട്ടിലുള്ള എല്ലാവരും ആ ബന്ധത്തെ എതിർക്കുന്നവരാണ്. പിന്നെ നന്ദുവിന്റെ വീട്ടുകാർക്കും ആ ബന്ധത്തിനോട് ഒരു താല്പര്യവുമില്ല. അതുകൊണ്ട് അവധിയുമായുള്ള വിവാഹ നിശ്ചയം നടക്കണം. വിവാഹ നിശ്ചയം നടന്നാൽ തന്നെ അത് പാതി കല്യാണം പോലെ ആകുമല്ലോ. പിന്നെ ആ കല്യാണം വേണ്ടെന്ന് വയ്ക്കാൻ എനിക്കും സാധിക്കില്ല. പിന്നെ അവന്റെ മുത്തശ്ശൻ പറയുന്നത് അനുസരിക്കാല്ലാതെ അവന്റെ മുമ്പിൽ വേറെ വഴിയുമില്ല. നിങ്ങൾക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരത്തിന് കാര്യം ഓർത്ത് നിങ്ങൾ ടെൻഷൻ അടിക്കേണ്ട കാര്യമില്ല. അത് ഞാൻ മേടിച്ചു തരാമെന്ന് ഏറ്റിട്ടുണ്ടെങ്കിൽ അത് ഉറപ്പായും നിങ്ങൾക്ക് മേടിച്ച് തന്നിരിക്കും. അതുകൊണ്ട് നിങ്ങൾ അതൊന്നും ഓർത്ത് ടെൻഷൻ അടിച്ചിരിക്കേണ്ട കാര്യമില്ല. ഇതിന്റെ പേരും പറഞ്ഞ് നിങ്ങൾ അവിടെ ചെന്ന് പ്രശ്നം ഉണ്ടാക്കുകയും ചെയ്യരുത്. ആ വിവാഹ നിശ്ചയം നടന്നാൽ പിന്നെ എത്രയും പെട്ടെന്ന് അനിയും അവധിയും തമ്മിലുള്ള വിവാഹം കൂടി നടത്താൻ അനന്തപുരിയിലുള്ള എല്ലാവരും അനിയെ സമ്മർദ്ദം ചെലുത്തും. ആ സമയത്ത് നിയമപരമായി അവരുടെ വിവാഹം രജിസ്റ്റർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നേ മതിയാകുള്ളൂ. അതുകൊണ്ട് അവരുടെ വിവാഹം നടക്കുന്നതിന് മുമ്പായിട്ട് തന്നെ നിങ്ങൾ തമ്മിലുള്ള ഡിവോഴ്സ് നടന്നിരിക്കും. ആ സമയത്താണ് നമ്മൾ ഇത്രയും വലിയൊരു നഷ്ടപരിഹാരം ആവശ്യപ്പെടാൻ പോകുന്നത്. ആ വിവാഹം നടത്താൻ വേണ്ടി മൂർത്തി മുത്തശ്ശൻ എന്തായാലും നിങ്ങൾക്ക് നഷ്ടപരിഹാരം തന്നിരിക്കും. അത് ഞാൻ മേടിച്ച് നിങ്ങളുടെ കയ്യിൽ തരികയും ചെയ്യും. പിന്നെ നിങ്ങളായി നിങ്ങളുടെ പാടായി. അങ്ങനെയെങ്കിലും എനിക്ക് നല്ലൊരു ജീവിതം കിട്ടുമല്ലോ എന്നൊക്കെ ഇങ്ങനെ പറയുകയാണ് കേട്ടോ നമ്മുടെ നവീൻ. അപ്പോഴും നവീന്റെ മുഖഭാവത്തിലും ആ ഒരു സംസാര രീതിയിലുമൊക്കെ എന്തോ ഒരു വശപ്പശക അനാമികയ്ക്കും അതുപോലെ വേണുവിനും തോന്നുന്നുണ്ട്. ഇയാൾ പറയുന്നത് അത്ര കാര്യമായിട്ട് എടുക്കണോ, ഇയാൾ പറയുന്നത് വിശ്വസിച്ചിരിക്കണോ എന്നൊക്കെ ഇങ്ങനെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. എന്തായാലും അനാമികയ്ക്ക് ലഭിച്ച അജ്ഞാത സന്തോഷത്തിന്റെ കാര്യങ്ങളൊന്നും നവീനോട് പറയുന്നുമില്ല. അതിനുശേഷം അവർ തിരികെ വീട്ടിൽ ചെന്നിട്ടും രേവതിയോട് നവീൻ പറഞ്ഞ കാര്യങ്ങളൊക്കെ പറയുകയും ചെയ്യുന്നുണ്ട്. വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ പിന്നെ എത്രയും പെട്ടെന്ന് അവർ തമ്മിലുള്ള വിവാഹം നടത്താനായിട്ട് അനന്തപുരിയിലുള്ള എല്ലാവരും റെഡിയാകുമെന്നും ആ സമയത്ത് നമുക്ക് നഷ്ടപരിഹാരം ലഭിക്കുമെന്നാണ് അയാൾ ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് നമുക്ക് എന്തായാലും വെയിറ്റ് ചെയ്ത് നോക്കാമല്ലേ അച്ഛാ. ഇനിയിപ്പോൾ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ നമുക്ക് നഷ്ടപരിഹാരം കിട്ടിയില്ലെങ്കിൽ ആ സമയത്ത് നമുക്ക് പോലീസിൽ കംപ്ലൈൻറ്റ് ചെയ്യാം. അങ്ങനെ ആ വിവാഹം മുടങ്ങുമല്ലോ എന്നൊക്കെ ഇങ്ങനെ അനാമികയും പറയുന്നുണ്ട്. അതിനുശേഷം അനന്തപുരിയിൽ നവ്യാണെങ്കിലും ഭയങ്കര ആലോചനയിലാണ്. ഇതുപോലെ ഒരു അജ്ഞാത സന്ദേശം അയച്ചിട്ടും അനാമികയുടെ വേണുവിന്റെ ഭാഗത്ത് ഒരു റെസ്പോൺസും ഉണ്ടായില്ല. അവരെന്തുകൊണ്ടായിരിക്കും ഈ വിവാഹ നിശ്ചയത്തിന്റെ കാര്യങ്ങൾ അറിഞ്ഞിട്ടും പ്രതികരിക്കാത്തത്? അനിയും അവന്തിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം നടക്കാൻ പോകുന്നു എന്നറിയുമ്പോഴേക്കും നഷ്ടപരിഹാരം മേടിച്ചെടുക്കാനെങ്കിലും അയാൾ ഇങ്ങോട്ടേക്ക് വരേണ്ടതായിരുന്നല്ലോ. ഇവിടെ വന്ന് ഇവരെ ചോദ്യം ചെയ്യേണ്ടതായിരുന്നല്ലോ. എന്നിട്ടും അയാളുടെ ഭാഗത്തുനിന്നും ഒരു റെസ്പോൺസും ഉണ്ടാകാത്തതുകൊണ്ട് നവ്യ ഭയങ്കര ആലോചനയിൽ തന്നെയാണ്.
അങ്ങനെ അവരുടെ ഭാഗത്തു നിന്നും പ്രതീക്ഷിച്ച പോലെ ഒരു നീക്കുപോക്കൊന്നും ഉണ്ടാകാതെ വരുമ്പോഴേക്കും പിറ്റേ ദിവസവും നവ്യ സുഹൃത്തിന് സഹായം തേടി വീണ്ടും അനാമയ്ക്ക് ഒരു അജ്ഞാത സന്ദേശം കൂടി അയക്കാൻ പറയുകയാണ്. അവന്തികയുടെ മണിയുടെ വിവാഹ നിശ്ചയം നടന്നു കഴിഞ്ഞാൽ ഉടനെ തന്നെ നിങ്ങളുടെ കാര്യത്തിൽ ഒരു തീരുമാനം ഉണ്ടാകും. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന പോലെ നിങ്ങൾക്ക് നഷ്ടപരിഹാരം ഒന്നും കിട്ടാൻ പോകുന്നില്ല. പകരം നിങ്ങൾ ആജീവനാന്തം ജയിലിലോ അല്ലെങ്കിൽ കുടുംബസമേതം മരണത്തിന് കീഴടങ്ങുകയായിരിക്കും ചെയ്യാൻ പോകുന്നത്. അതുകൊണ്ട് നിങ്ങൾ ഒരു തടസ്സമായി വരാൻ പാടില്ല. നിങ്ങൾക്ക് യാതൊരുവിധ നഷ്ടപരിഹാരവും തരാൻ ഉദ്ദേശിക്കുന്നുമില്ല. നിങ്ങളെ 3 പേരെയും ഈ ഭൂമിയിൽ നിന്ന് തന്നെ മായ്ച്ചു കളയാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. അതുകൊണ്ട് നിങ്ങൾ എത്രയും പെട്ടെന്ന് പോലീസുമായി ബന്ധപ്പെടുക എന്നും പറഞ്ഞുകൊണ്ടാണ് ഒരു അജ്ഞാത സന്ദേശം അയക്കുന്നത്. ഈ ഒരു അജ്ഞാത സന്ദേശം ലഭിച്ച ഉടനെ തന്നെ അനാമികയും വീണുവും രേവതിയൊക്കെ ഒരുപാട് പേടിക്കുകയാണ് കേട്ടോ. കാരണം നഷ്ടപരിഹാരം കിട്ടത്തുമില്ല, തന്നെയുമല്ല കൊന്നുകളയെന്നുള്ളൊരു ഭീഷണിയും കൂടി ഉണ്ടല്ലോ. അതുകൊണ്ട് അവരാകെ പേടിച്ചു വിറച്ചിരിക്കുന്നുണ്ട്. എന്തായാലും ഇനി ഇതിങ്ങനെ മുന്നോട്ട് പോയിട്ട് കാര്യമില്ല അച്ഛാ, നമ്മുടെ ജീവിതം തന്നെ ഭീഷണിയാണ്. നഷ്ടപരിഹാരം നഷ്ടപരിഹാരം ലഭിച്ചില്ലെങ്കിൽ പോട്ടേന്ന് വെക്കാം. ഇതിപ്പോൾ നമ്മളെ തന്നെ കൊന്നുകളയുമെന്നല്ലേ പറയുന്നത്. അതുകൊണ്ട് ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല അച്ഛാ. നമുക്ക് എത്രയും പെട്ടെന്ന് തന്നെ ഇത് പോലീസിൽ അറിയിക്കണം. നമുക്കൊരു കംപ്ലൈന്റ് കൊടുക്കണം. ആ വിവാഹ നിശ്ചയം നടക്കാൻ പാടില്ല. നിയമപരമായി ഞാനും അവനും ഇപ്പോഴും ഭാര്യയും ഭർത്താവും അല്ലേ. അതുകൊണ്ട് നിയമപരമായി തന്നെ ബന്ധം വേർപെടുത്തതിന് ശേഷം അവൻ ആരെ വേണമെങ്കിലും കല്യാണം കഴിച്ചോട്ടെ, എനിക്ക് അതിലൊരു പ്രശ്നവുമില്ല. അതുകൊണ്ട് ആദ്യം നിയമപരമായി ബന്ധം വേർപെടുത്തണം. നമുക്ക് കിട്ടാനുള്ള നഷ്ടപരിഹാരം നമ്മൾ മേടിച്ചെടുക്കണം. അതിനുശേഷം എന്താണെന്ന് വെച്ചാൽ നോക്കാം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് തന്നെ അനാമിക വേണുവിനെയും കൂട്ടിക്കൊണ്ട് പിറ്റേ ദിവസം രാവിലെ തന്നെ പോലീസ് സ്റ്റേഷനിലേക്ക് ചെല്ലുകയാണ്. എന്നിട്ട് പോലീസിൽ ഒരു കംപ്ലൈന്റ് എഴുതി കൊടുക്കുകയാണ്. തൻ്റെ ഭർത്താവ് തന്നെ ഉപേക്ഷിച്ച് മറ്റൊരു വിവാഹം കഴിക്കാൻ പോവുകയാണെന്നും അത് മാത്രമല്ല ഡിവോഴ്സ് നൽകിയില്ലെങ്കിൽ ഞങ്ങളെ എല്ലാവരെയും കൊന്നു കളയുമെന്ന് പറഞ്ഞ് ഭീഷണിപ്പെടുത്തുകയും ചെയ്തു എന്നൊക്കെ പറഞ്ഞുകൊണ്ടാണ് എനിക്കെതിരെ ഒരു കേസ് കൊടുക്കുന്നത്. അനാമികയും വേണുവും കൂടെ പോലീസ് സ്റ്റേഷനിൽ ചെന്ന് കംപ്ലൈന്റ് ചെയ്യുന്നത് നന്ദുവിൻ്റെ അടുക്കൽ തന്നെയാണ്. നന്ദു ആണെങ്കിലും അനന്തപുരിയിൽ നടക്കുന്ന കാര്യങ്ങൾ ഓർത്തിട്ട് ആകെ ടെൻഷൻ അടിച്ചിരിക്കുന്ന സമയത്താണ് വേണു അനാമികയും കൂടെ ഇങ്ങനെ ഒരു കംപ്ലൈന്റുമായിട്ട് അങ്ങോട്ടേക്ക് ചെല്ലുന്നത്. അവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടക്കാൻ എന്താ ഒരു മാർഗം എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് നന്ദു. അപ്പോഴാണ് ഇങ്ങനൊരു അവസരം കിട്ടിയത്. പിന്നൊന്നും ആലോചിക്കാതെ നന്ദു നേരെ കംപ്ലൈന്റും ഒക്കെ ആയിട്ട് നേരെ അനന്തപുരിയിലേക്ക് ചെല്ലുന്നുണ്ട്. പോലീസുകാരോടൊപ്പം തന്നെ വേണുവും അനാമികയും രേവതിയും കൂടി അങ്ങോട്ടേക്ക് ചെല്ലുന്നുണ്ട്. ഈ വിവാഹ നിശ്ചയം നടത്താൻ പാടില്ലെന്നും നിങ്ങൾ എന്തൊരു തോന്നിയാസമാണ് ഈ കാണിക്കുന്നതൊക്കെ ചോദിച്ചുകൊണ്ട് വേണു അനന്തമൂർത്തിയുടെ നേരെ ഒച്ചയെടുക്കുന്നുണ്ട്. നിയമപരമായി എൻ്റെ മോളുമായിട്ടുള്ള ബന്ധം ഇതുവരെ വേർപെടുത്തിയിട്ടില്ലെന്നും അങ്ങനെ ഒരു ബന്ധം അവർ തമ്മിൽ നിലനിൽക്കെ ഇങ്ങനെ രഹസ്യമായ ഒരു വിവാഹ നിശ്ചയം നടത്തേണ്ട ആവശ്യം എന്തായിരുന്നുവെന്നും അനന്തപുരിയിലുള്ളവർക്ക് ഇത്ര അന്തസ്സും അഭിമാനം ഉള്ളൂ എന്നൊക്കെയുള്ള രീതിയിൽ അവരുടെ അഭിമാനത്തെ തന്നെ ചോദ്യം ചെയ്യുന്ന രീതിയിലാണ് വേണു സംസാരിക്കുന്നത്. അനന്തപുരിയിലുള്ള എല്ലാവരെയും പരിഹാസ രൂപേണ വേണു ചോദ്യം ചെയ്യുമ്പോൾ അതൊന്നും കേട്ട് സഹിക്കാനാവാതെ മൂർത്തി മുത്തശ്ശൻ വേണുവിൻ്റെ കരണത്തൊന്ന് പൊട്ടിക്കുകയും ചെയ്യുന്നുണ്ട്. എന്തായാലും ആ സമയത്ത് നന്ദു അങ്ങോട്ടേക്ക് വരികയും എനിക്കെതിരെ ഒരു കംപ്ലൈന്റ് അനാമിക തന്നിട്ടുണ്ടെന്നും കംപ്ലൈന്റ് കിട്ടിയ സ്ഥിതിക്ക് ഈ വിവാഹ നിശ്ചയം നടത്താൻ സാധിക്കില്ലെന്നും ലീഗലി അവർ ഇപ്പോഴും ഭാര്യ ഭർത്താക്കന്മാരാണെന്നും ഇതുവരെ ഡിവോഴ്സ് ആകാത്തത് കൊണ്ട് തന്നെ മറ്റൊരു പെൺകുട്ടിയുമായിട്ട് വിവാഹ നിശ്ചയം നടത്താനോ വിവാഹം കഴിക്കാനോ സാധ്യമല്ലെന്നും ഒക്കെ നന്ദു പറയുന്നുണ്ട്. അവിടെ മുത്തശ്ശനും മുത്തശ്ശിയും ജയനും അജയനും ജാനകിയും ദേവയാനയും അതുപോലെ അനിയും പിന്നെ നമ്മുടെ ജലജയും മക്കളും ഉണ്ടായിരുന്നു. ഒരു പെൺകുട്ടി തന്നെ നേരിട്ട് സ്റ്റേഷനിൽ വന്നതെന്ന് പരാതി ആയതുകൊണ്ട് ഞങ്ങൾക്ക് ഇതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയല്ലേ പറ്റുള്ളൂ. എല്ലാവരും എന്നോട് ക്ഷമിക്കണം, എനിക്ക് വേറെ വഴിയില്ലാത്തതുകൊണ്ടാണ് ഇങ്ങനെ ഇവിടെ വന്ന് ഈ വിവാഹ നിശ്ചയം മുടക്കണമെന്ന് ഞാൻ ഒരിക്കലും ആഗ്രഹിച്ചതല്ല. പക്ഷേ അനാമിക ഇങ്ങനൊരു പരാതി തന്നുകൊണ്ട് അതിൻ്റെ പ്രൊസീജിയറുമായിട്ട് മുന്നോട്ട് പോയേ പറ്റുള്ളൂ. ഇല്ലെങ്കിൽ മോളിൽ നിന്നൊരു പ്രഷർ ഉണ്ടാകും. എനിക്ക് കിട്ടിയ കംപ്ലൈൻറ്റ് അനുസരിച്ച് അനിയെ അറസ്റ്റ് ചെയ്യേണ്ടി വരും. അത്ര സീരിയസ് ആയ കാര്യമല്ലാത്തതുകൊണ്ട് സ്റ്റേഷൻ ജാമ്യത്തിൽ അനിയെ പുറത്തു വിടാനും സാധിക്കും. എന്തായാലും ഈ ഒരു സംഭവത്തിൻ്റെ പേരിൽ എന്നോട് ആരും ദേഷ്യവും വെറുപ്പും കാണിക്കരുത്, എൻ്റെ നിവൃത്തിയോടുകൊണ്ടാണ് എന്നൊക്കെ പറഞ്ഞിട്ട് തന്നെ അനിയെ കൂട്ടിക്കൊണ്ട് നന്ദു അവിടുന്ന് പോവുകയാണ് കേട്ടോ. എനിക്കാണെങ്കിലും നന്ദു അനിയെ അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുന്നതിൻ്റെ ഒരു വിഷമേ ഉണ്ടായിരുന്നില്ല. നന്ദുവിൻ്റെ കൂടെ സ്റ്റേഷനിലേക്ക് പോകുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ. തന്നെയുമല്ല ഈ വിവാഹ നിശ്ചയം എങ്ങനെ മുടക്കുമെന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നപ്പോഴാണ് ഇങ്ങനൊരു വഴി മുന്നിൽ തെളിഞ്ഞു വന്നത്. എന്തായാലും ഈ വിവാഹ നിശ്ചയം മുടങ്ങിയല്ലോ, എനിക്കത് മതി എന്നുള്ളൊരു സന്തോഷത്തിൽ തന്നെയാണ് അനി നന്ദുവിൻ്റെ കൂടെ പോകുന്നതും. എന്നാൽ അനി നന്ദുവിനെ കൂട്ടിക്കൊണ്ട് പോയതിന് ശേഷം അനാമികയും വേണും രേവതിയും കൂടി വീണ്ടും അവിടെ കിടന്ന് കുറേ ഒച്ചയും ബഹളമൊക്കെ എടുക്കുന്നുണ്ട്. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായി തന്ന നിങ്ങളുടെ മോനുമായിട്ടുള്ള ബന്ധം വേർപിരിയാൻ ഞങ്ങൾ സമ്മതമാണെന്നും അല്ലാത്ത പക്ഷം ഈ കേസ് ഇങ്ങനെ തന്നെ മുന്നോട്ട് പോകുമെന്നും നിങ്ങൾ മനസ്സിൽ വിചാരിക്കുന്ന പോലെ ഒരു കാര്യങ്ങളും നടക്കുകയില്ലെന്നൊക്കെ അവരെ വെല്ലുവിളിക്കുകയാണ് അനാമികയും വേണുവും രേവതിയും കൂടി. എൻ്റെ മോളുടെ ജീവിതം പെരുവഴിയിലാക്കിയിട്ട് അനന്തപുരിയിലെ ചെറുക്കൻ്റെ ജീവിതം സേഫാക്കാനാണ് നിങ്ങൾ നോക്കിയത്. എന്തായാലും ഞങ്ങൾക്ക് ജീവനുള്ളിടത്തോളം കാലം അതൊന്നും നടക്കാൻ പോകുന്നില്ല സാറേ. സാറ് നോക്കിക്കോ, സാറ് തന്നെ ഞങ്ങളുടെ വഴിയെ വരും. ഞങ്ങൾ ആവശ്യപ്പെട്ട തുക ഞങ്ങൾക്ക് നഷ്ടപരിഹാരമായിട്ട് തരികയും ചെയ്യും.
അതുവരെ ഈ കേസും കോടതിയൊക്കെ ആയിട്ട് മുന്നോട്ട് പോകേണ്ടി വരും എന്നൊക്കെ പറഞ്ഞിട്ട് അവരവിടുന്ന് പോവുകയും ചെയ്യുകയാണ് കേട്ടോ. വിവാഹ നിശ്ചയം മുടങ്ങിയ സങ്കടത്തിലാകെ എല്ലാവരും ടെൻഷൻ അടിച്ചിരിക്കുന്നുണ്ട്. ആദർശും ജയനും അനിൽ സ്റ്റേഷൻ ജാമ്യത്തിൽ ഇറക്കാനായിട്ട് സ്റ്റേഷനിലേക്ക് പോവുകയും ചെയ്യുന്നുണ്ട്. അമുദയ്ക്കാണെങ്കിൽ നല്ല ദേഷ്യം വരുന്നുണ്ട് ഇത് കേൾക്കുമ്പോൾ. എത്രയും പെട്ടെന്ന് തന്നെ വിവാഹ നിശ്ചയം നടത്തി വെക്കണമെന്നാണ് ജലജയും അബിയും അവന്തിയൊക്കെ ആലോചിച്ചുകൊണ്ടിരുന്നത്. എന്നാൽ ഇങ്ങനെ പെട്ടെന്ന് കാര്യങ്ങളൊക്കെ കുഴഞ്ഞു മറിയുന്ന അവരൊട്ടും പ്രതീക്ഷിച്ചിട്ടും ഉണ്ടായിരുന്നില്ല. തറവാട്ടിലുള്ള എല്ലാവർക്കും അതൊരു വിഷമാവുന്നുണ്ടെങ്കിലും അനിക്കും നവ്യയ്ക്കും ഭയങ്കര സന്തോഷമാണ് കേട്ടോ. അനി ഇങ്ങനെ ഒരു ട്വിസ്റ്റ് ഒട്ടും പ്രതീക്ഷിച്ചില്ല. എന്നാൽ നവ്യ ഇവിടെ ബുദ്ധിപരമായിട്ട് നീങ്ങിയുകൊണ്ടാണ് ഈ ഒരു വിവാഹ നിശ്ചയം മുടക്കാൻ സാധിച്ചത്. എന്തായാലും ഇനി നിയമപരമായി അനിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയാൽ മാത്രമേ ഇവർ തമ്മിലുള്ള വിവാഹ നിശ്ചയം പോലും നടത്താൻ കഴിയുള്ളൂ. ഇനി ഇത് രഹസ്യമായി നടത്താൻ തീരുമാനിച്ചാൽ പോലും അത് അവരെ ദോഷമായി ബാധിക്കുന്നൊക്കെയുള്ളത് എല്ലാവർക്കും മനസ്സിലാവുകയും ചെയ്യുന്നുണ്ട്. അങ്ങനെ ഒട്ടും പ്രതീക്ഷിക്കാതെ ഈ വിവാഹ നിശ്ചയം മുടങ്ങിപ്പോവുകയാണ് കേട്ടോ. നവ്യയും മനസ്സിൽ ഒരുപാട് സന്തോഷിക്കുന്നുണ്ട്. അബിയും ജലജയും അവന്തിയും ഒക്കെ തീ തിന്നോണ്ട് നടക്കുന്നതും ടെൻഷൻ അടിച്ചിരിക്കുന്നതൊക്കെ കണ്ട് നവ്യയുടെ മനസ്സിൽ മഞ്ഞ് വീണ പോലെ ഒരു തണുപ്പും സുഖവും ഒക്കെ ഉണ്ടായിരുന്നു. എന്തായാലും തൻ്റെ ജീവിതം കുട്ടിച്ചോറാക്കിയവരല്ലേ ഇവര്, അവർ കുറച്ച് അനുഭവിക്കട്ടെ എന്നൊക്കെയാണ് നമ്മുടെ നവ്യ വിചാരിക്കുന്നത്. എന്നാൽ തൻ്റെ മോളും അനിയും തമ്മിലുള്ള വിവാഹ നിശ്ചയം മുടങ്ങിയ കാര്യം അറിയുമ്പോഴേക്കും നാഗേന്ദ്രൻ ആകെ ഷോക്കായി തന്നെ ഇരിക്കുകയാണ് കേട്ടോ. കാരണം അവസാനത്തെ ഒരു പിടിവള്ളിയായിരുന്നു അനിയുമായുള്ള വിവാഹം. ആ വിവാഹ നിശ്ചയമാണ് ഇപ്പം മുടങ്ങിയിരിക്കുന്നത്. നിയമപരമായി അനിയും അനാമികയും തമ്മിലുള്ള വിവാഹബന്ധം വേർപെടുത്തിയതിനു ശേഷം മാത്രമേ ഇനി ഇവരുടെ തമ്മിലുള്ള വിവാഹ നിശ്ചയം പോലും നടത്താൻ സാധിക്കുകയുള്ളൂ. അനാമികയും രേവതിയും വേണുവും കൂടി അവർക്ക് വധഭീഷണി ഉള്ളതായിട്ടും അതുപോലെ ഈ വിവാഹ നിശ്ചയത്തിൻ്റെ കാര്യമൊക്കെ പറഞ്ഞ് പോലീസിൽ ചെന്ന് കംപ്ലൈൻറ്റ് ചെയ്ത കാര്യങ്ങളും പോലീസുകാർ വീട്ടിൽ വന്ന് ഇതുപോലെ ഒരു താക്കീത് നൽകിയ കാര്യങ്ങളും ഒക്കെ കൂടി നമ്മുടെ അബി വിളിച്ച് പറയുകയാണ് നമ്മുടെ നാഗേന്ദ്രൻ്റെ അടുത്ത്. എന്തായാലും ഇതുപോലൊരു പ്രതിസന്ധി ഉണ്ടാകുമെന്ന് നാഗേന്ദ്രനെ ഒട്ടും പ്രതീക്ഷിച്ചതല്ലായിരുന്നു. എന്ത് ചെയ്തിട്ടാണെങ്കിലും ഇവർ തമ്മിലുള്ള ഒരു വിവാഹ നിശ്ചയം നടത്തണമെന്നൊക്കെ അബിയെ ഉപദേശിച്ചു വിട്ടതാണ്. എന്നാൽ കാര്യങ്ങളൊന്നും പ്രതീക്ഷിച്ചതുപോലെ നടക്കുന്നില്ല കേട്ടോ. ഘട്ടം ഘട്ടമായിട്ടല്ല ജ്വല്ലറി മൊത്തത്തിൽ തകർന്നടിയാൻ പോവുകയാണ്. അവന്തികയുടെയും നാഗേന്ദ്രയുടെയും അബിയുടെയും ഒന്നും ഒരു കളികളും ഇനിയും മൂർത്തിസ് ജ്വല്ലറിയിലോ അനന്തപുരം തറവാടിലോ നടക്കുകയില്ല. അവരെന്ത് പദ്ധതി പ്ലാൻ ചെയ്താലും അതെല്ലാം പൊളിച്ചെടുക്കാനായിട്ട് അനന്തപുരിൽ തന്നെ നവ്യ ഒരു പടയാളിയെ പോലെ നിൽക്കുന്നുണ്ട്. ചിരിച്ചോണ്ട് കഴുത്തിറക്കുന്ന ഇവരെയൊക്കെ വേരോടെ പിഴുതെറിയാനായിട്ട് തുനിഞ്ഞിറങ്ങിയിരിക്കുകയാണ് നമ്മുടെ നവ്യ. എന്തായാലും നവ്യ തന്നെ മുന്നിട്ടിറങ്ങി ഇങ്ങനൊരു ബുദ്ധി പ്രയോഗിച്ചതുകൊണ്ട് അനിയുടെയും അവന്തികയുടെയും വിവാഹം എന്നൊരു ചാപ്റ്റർ തന്നെ ക്ലോസ് ചെയ്യുകയാണ് കേട്ടോ. അങ്ങനെ അനിക്കും നന്ദുവിനും ഈ വിവാഹ നിശ്ചയം മുടങ്ങിയതിന് ഒരുപാട് ആശ്വാസമാകുകയും അവരൊരുപാട് സന്തോഷിക്കുകയും ചെയ്യുന്നുണ്ട് കേട്ടോ. നമ്മുടെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാനും നമ്മുടെ ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കല്ലേ. താങ്ക് യു.